ഹായ്, SP ഉണ്ട്. നടൻ ടൊവിനോ തോമസിൻ്റെ വീട്ടിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യം. കാര്യം നമ്മുടെ രാജ്യം ഒരു പൗരന് അനുവദിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങളിലൊന്നാണ് ഏതൊരു വിഷയത്തിലും അഭിപ്രായം പറയുക എന്നുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ ഒരു സിനിമാ താരം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം ടൊവിനോ ഈ ഡൽഹിയിൽ നടക്കുന്ന പാറ്റാ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് സംഘപരിവാറുകാർ ഒരു ഫ്ലെക്സും തൂക്കി നിന്ന് വായും മൂടിക്കെട്ടിയുള്ള പ്രതിഷേധം നടത്തുന്ന കണ്ടു. ഇപ്പോൾ CJP സമരത്തെ പിന്തുണച്ച നടൻ ടൊവിനോയുടെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിലെ വീടിന് മുന്നിലേക്ക് വായ മൂടിക്കെട്ടി യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. 4-3-7 പേര് ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ്. അതായത് പഴയ രാജഭരണ കാലത്തേക്ക് നമ്മളെ തിരിഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനോടും പ്രതികരിക്കാൻ പാടില്ല. ചില രാജകൽപ്പനകൾ ഉണ്ടായാൽ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? അടിയാന്മാരെ പോലെ നിൽക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പതിയെ പതിയെ നടക്കുക. ആ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ രാജാവോ ചക്രവർത്തിയോ ഈ നാട്ടിൽ എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും അവരെ പിന്തുണയ്ക്കുകയല്ലാതെ, മുഖ്യധാരയിൽ നിൽക്കുന്നവരാരും അവരെ പിന്തുണയ്ക്കുക അല്ലാതെ മറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ ഭീഷണിയാകുമെന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശം. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സംഘപരിവാറുകാരെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം 3 നേരം ഉരുട്ടിക്കഴിക്കുന്നവന് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം? അവൻ്റെ കാര്യങ്ങൾ കുശാലായിട്ട് നടക്കാൻ വിശ്വാസമോ ഭക്തിയോ അടിമക്കണ്ണനോ ആരുമാകാൻ തയ്യാറുള്ളവനാണ്. പക്ഷേ അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പൗരന് വേണ്ടി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നവർ, ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ, അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ രാഷ്ട്രീയമില്ല. അതിൻ്റെ പിന്നിൽ ആരും അവരെ ഐക്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരുമിപ്പിക്കാനോ ആരും ഇറങ്ങി പുറപ്പെട്ടതുമില്ല. സ്വമേധയായി ഉണ്ടായ ഒരു വികാരം. 22 ലക്ഷത്തോളം പിള്ളേർ എഴുതിയൊരു പരീക്ഷയെ അതിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, അതിൽ 12ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ, ഈ രാജ്യത്തിനോട് സ്നേഹമുള്ള, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാകേണ്ട നാളുകളുടെ ഭാവിയായിട്ടുള്ളവർ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത്? നിങ്ങളുടെ വീടുകളിലും കുഞ്ഞുങ്ങളില്ലേ? ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ആത്മഹത്യ ചെയ്ത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ സംഘികൾ എന്ന് പറഞ്ഞാൽ അവർ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു വ്യക്തി, നമ്മുടെ വിശ്വഗുരുവായി കൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് കുടുംബവും ഇല്ല, കുട്ടികളുമില്ല. അതുകൊണ്ട് കുട്ടികളുടെ ആശങ്ക എന്താണെന്നോ കുട്ടികളെ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നോ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് സ്വയം ധരിച്ചുകൊണ്ടൊരു ചക്രവർത്തിയെ പോലെ ചില വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഏജൻസികളെല്ലാം ഞങ്ങളുടെ കച്ചവടക്കാർക്ക് വിളിച്ച് കൊടുക്കുകയും ചോദ്യപേപ്പർ ചോരുകയും അർഹതപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു? അവർക്ക് അർഹതപ്പെട്ടവർ പരീക്ഷയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഇങ്ങനെ ഒരു ഗുരുതരമായ വിഷയമുണ്ടായത്. ആ വിഷയത്തിൽ ടൊവിനോ തോമസ് പ്രതികരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയി ഇത് ചെയ്യേണ്ടതുണ്ട്. അതാണ് സംഭവിച്ചത്. അവിടെ ടൊവിനോ തോമസിന് നേരെ അങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായപ്പോൾ DYFI ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരങ്ങളിൽ പോയി ചെറുത്തുനിൽപ്പ് നടത്തിയത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. അത് നമ്മൾ കാണേണ്ടതാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വഴിതടസ്സപ്പെടുത്തുന്ന രീതികൾ നമ്മുടെ നാട്ടിൽ പതിയെ പതിയെ കടന്നു വരികയാണ്. അത് ഓരോരുത്തരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ അനുഭവിക്കുമ്പോഴായിരിക്കും അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ദുരവസ്ഥ തിരിച്ചറിയാൻ കഴിയും.